ഹെയർ പാക്ക് ഉണ്ടല്ലോ, ശരിക്കും പറയാലോ, നമ്മൾ മാജിക് പോലെ നമ്മുടെ മുടി മാറും എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി തന്നെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാനൊരു 2 വർഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു. ഇവിടെ ഞാൻ കാണിക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം 3.5 മില്യൺ വ്യൂവേഴ്സാണ് അത് കണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 30 ലക്ഷത്തിൽ കൂടുതൽ, 30,60,000 ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിന്റെ ലൈക്ക് നോക്കൂ, 40K ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ റിസൾട്ട് എത്ര മാത്രമാണ് എന്നുള്ളത്. ഇതിപ്പോ ഞാൻ വീണ്ടും റീഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്, ഇപ്പോഴും ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒരു 2 ദിവസത്തിന് മുമ്പ് വരെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതാ ഇവിടെ കൊടുക്കാം കേട്ടോ. ആ ഒരു വീഡിയോയ്ക്ക് താഴെ ധാരാളം കമന്റ്സ് ഉണ്ട്. അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് പുതുതായിട്ടൊരു വീഡിയോ തന്നെ അതേപോലെ നമുക്ക് ചെയ്തിടാമെന്ന്. കാരണം പണ്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ല ഇന്ന് നമുക്കുള്ളത്. കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. മേ ബി ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ പുതിയതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യണത് കേട്ടോ. ഇതൊരു കിടിലൻ ഹെയർ പാക്ക് ആണ്, ആരും മിസ് ചെയ്യരുത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം കേട്ടോ. അപ്പം അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ മെയിൻ സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത്, നമ്മുടെ കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ടാണ്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു തേയില വെള്ളമാണ് ഈ ഒരു പാക്കിനെ ഒരു പ്രത്യേകത തന്നിട്ടുള്ളത് എന്നാണ് കേട്ടോ. ഞാൻ കഥ പറയണില്ല. അപ്പം ഞാൻ ആദ്യം 2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ തേയിലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉലുവയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളമാണ് കേട്ടോ നമുക്ക് ആവശ്യം. അപ്പം ഞാൻ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള തേയില വെള്ളമാണ്. കണ്ടോ, തേയില വെള്ളത്തിന് നമുക്ക് ഈ ഒരു കളറായിരിക്കും കിട്ടുക. നമ്മൾ ചേർത്ത് കൊടുത്ത 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് മാറിയിട്ടും ഉണ്ടാവും. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1 കൈപ്പിടി നിറച്ചും നമ്മുടെ ചെമ്പരത്തി ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഓരോ വീഡിയോസിലും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെമ്പരത്തി നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും വയസ്സായവർക്കും നമുക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് കേട്ടോ നമ്മുടെ മുടിയിൽ തരിക. മുടി പെട്ടെന്ന് വളരണം, പെട്ടെന്ന് മുടിയിലൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കറിവേപ്പില ദി ബെസ്റ്റ് എന്ന് വെച്ചാൽ ദി ബെസ്റ്റാണ്. പേഴ്സണലി എനിക്കൊക്കെ ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹെയർ പാക്കും ഈ ഒരു മറ്റേ നമ്മുടെ കറിവേപ്പിലയും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞുള്ളിയാണ് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സവോളയുടെ പകുതി എടുക്കുക. ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. രണ്ടിലും സൾഫർ കണ്ടന്റ് ഉണ്ട്. എന്നിരുന്നാലും കൂടുതൽ സൾഫർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ കൊഴിഞ്ഞു പോയ മുടിയെ വീണ്ടും തിരിച്ച് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കുഞ്ഞുള്ളി. എൻ്റെ അമ്മേ, ഇതിൻ്റെ റിസൾട്ട് സൂപ്പറാണ് കേട്ടോ. അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊരു 3 എണ്ണവും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ തേയില വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം ഒഴിച്ച് വേണം ഇത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ തേയില വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ക്വാണ്ടിറ്റിയിൽ മാത്രം, ഇത് അരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള തേയില വെള്ളം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് നല്ല മഷി മാതിരി അരച്ചെടുക്കുക കേട്ടോ. കാരണം നിങ്ങൾ കൂടുതൽ തേയില വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ തേയില വെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് നമുക്ക് എത്ര ലിക്വിഡാണോ വേണ്ടത്, നമുക്ക് മുടിയിൽ ഒരിക്കലും തിക്കായിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. കാരണം നമ്മുടെ തലയോട്ടിയിൽ പിടിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും തേയില വെള്ളം ഒഴിച്ച് ഇത് നല്ല കുഴമ്പാക്കി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതാ നമ്മുടെ സാധാ ഹെയർ പാക്കിലോട്ട് തന്നെ ഇത് വന്നു. ഇങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാനും അരച്ചെടുക്കാനും മിക്സ് ചെയ്യാനും ഒക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എൻ്റെ അടുത്ത് തട്ടിയെടുത്ത് എൻ്റെ അമ്മ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ അമ്മയ്ക്ക് എന്നെ ഒരു വില ഉണ്ടായിരുന്നില്ല, എന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന ഓരോ ഹെയർ പാക്കുകളും അമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ അത് അമ്മ തേച്ചിരിക്കും. കാരണം അമ്മയുടെ മുടിയിലെ റിസൾട്ട് അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 60 വയസ്സായിട്ടുണ്ട്. പക്ഷെ മുടി കണ്ടാൽ പറയുമോ, അത്രയ്ക്കും റിസൾട്ടാണ്. അപ്പം ഞാൻ അതൊന്നും കൂടുതൽ പറയുന്നില്ല. ഇനി ഞാൻ ഈ ഒരു ഹെയർ പാക്ക് എനിക്ക് വീണ്ടും ഉണ്ടാക്കിയിട്ടോ, വീണ്ടും ഞാൻ അരച്ചെടുത്ത് ഉണ്ടാക്കിയിട്ട് ഞാനും അപ്ലൈ ചെയ്യാണ്. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വരെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. അത്രയും സേഫാണ്, അത്രയും റിസൾട്ടാണ്. മുടി വളരാൻ വേണ്ടിയിട്ട് പ്രായം ഒരു പ്രശ്നമേ അല്ല.
വയസ്സായവർക്ക് വരെ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും, മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എങ്ങനെ ഞാൻ പറയുക, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്ന് വിശ്വസിച്ചാൽ മതി. കാരണം നമ്മുടെ ജനനം മുതൽ മരണം വരെ എന്നുള്ളൊരു ലൈഫ് സർക്കിൾ ഉണ്ട്. അതെല്ലാത്തിനുമുണ്ട്. നമ്മുടെ മുടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അത് മുടി വളരുന്നത് മുതൽ മുടി കൊഴിഞ്ഞു പോകുന്നത് വരെയുള്ളൊരു സ്റ്റേജ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മുടി വളരാൻ പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങളിപ്പോൾ ഒരു 60 വയസ്സായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ മുട്ടയടിച്ച് നോക്കൂ, 4 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടിയൊക്കെ തിരിച്ച് വളരും. അതങ്ങനെയാണ്, അങ്ങനെ വിശ്വസിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 വട്ടമോ 3 വട്ടമോ ഒക്കെ ഉപയോഗിക്കാം. ആഴ്ചയിൽ 1 വട്ടമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ ഇത് 200% തന്നിരിക്കുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കാരണം അത്രമാത്രം ആളുകളാണ് ഇത് ട്രൈ ചെയ്തിരിക്കുന്നതും ഇത് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് കമൻ്റായിട്ട് അറിയിച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ വിശ്വസിക്കുക, ട്രൈ ചെയ്യുക, ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്യൂ, വെറും ഒരു തവണ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റിസൾട്ട് ഇല്ലാതിരിക്കില്ല. കാരണം ഇത് എല്ലാവർക്കും, എല്ലാ ഹെയർ ടൈപ്പുകാർക്കും, എല്ലാ പ്രായക്കാർക്കും ഒക്കെ ഒരേപോലെ റിസൾട്ട് തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈവൻ നമ്മുടെ ആൺകുട്ടികൾക്ക് വരെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും ഇതേപോലെയുള്ള കമൻസൊക്കെ അയക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു വീഡിയോ കമൻറ്റ് കാണുമ്പോൾ വീണ്ടും കൂടുതൽ ആളുകൾക്ക് ഇത് ചെയ്യണമെന്നൊരു കോൺഫിഡൻറ്റ് വരിക. മിക്ക ആൾക്കാർക്കും ഇതൊന്നും നുണയാണ്, ഇതൊന്നും ഫലിക്കില്ല എന്നുള്ളതാണ് ധാരണ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അങ്ങനെ ധരിച്ച് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ട്രൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടും കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റായിട്ടും അറിയിക്കാം. ഞാൻ അതിനുള്ള റീപ്ലൈ തന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. എനിക്ക് കോൾഡൊക്കെ ഉണ്ട് കേട്ടോ, ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ അതിൻ്റെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.